ബാക്ക് ടു ജിസ്മ ക്രാഫ്റ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ അടുത്ത് ലോക്ക്ഡൗൺ ഒക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ അടുത്ത് പ്രശ്നമില്ല, സിറ്റിയിലൊക്കെ പോയിട്ടൊക്കെ വരാം അത്യാവശ്യം കാര്യങ്ങൾക്ക്. അപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല, എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നന്നായി പോകുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ടിപ്പാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിലെ സ്റ്റവും മിക്സി, അവൻ, ഫ്രിഡ്ജ് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് ഉരച്ച് കഷ്ടപ്പെടാതെ നല്ല ക്ലീനായിട്ട് പളപളാന്ന് മിന്നുന്ന രീതിയിൽ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന എങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇതെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കുറേ ആളുകൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞിട്ടും കുറച്ച് നാളേ ആയുള്ളൂ, അതിനു മുമ്പൊക്കെ ഇങ്ങനെ തേച്ചാണ് ഞാനും ചെയ്യാറ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി, അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അവനൊക്കെ ഒന്ന് നോക്കാം എത്രമാത്രം ഡേർട്ടി ആയിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അയ്യോ ഇതെന്താ ക്ലീൻ ചെയ്യാതിട്ടേക്കുവാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കാനുള്ളത് കൊണ്ട് കുറേ ദിവസം ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഇട്ടിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചാലാണ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂല്ലോ. ഭയങ്കര ഡേർട്ടി ആയിട്ട് കിടന്നിട്ട് ക്ലീൻ ആവുമ്പോൾ, അല്ലാതെ ഒരുമാതിരി ക്ലീൻ ആയിട്ടിരിക്കണേൽ കാണിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അതിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടും അത് ക്ലീൻ ആയത് കാണാം. നോക്കൂ, ആ കാണുന്നതൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ആട്ടെ. ഇത് ഭയങ്കര ഒരു ഓൾഡായിട്ടുള്ള പഴയ അവനാണ്, അതുകൊണ്ട് അത് പോവില്ലാത്തതാണ് ആ കാണുന്നത്. അല്ലാതെ നീറ്റായിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, സൂപ്പറായിട്ടില്ലേ? ഇൻഡക്ഷൻ്റെ ഇതെല്ലാം എങ്ങനെ ഇരുന്നതാണ്. കഞ്ഞിവെള്ളം ഈ കഞ്ഞീൻ്റെ റൈസ് വെക്കുമ്പോൾ അത് തിളച്ച് വെള്ളം ചാടിയതായിരുന്നു. അതും അല്ലാതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ സൂപ്പറായിട്ട് പളപളാന്നില്ലേ, നല്ല തിണങ്ങുന്നില്ലേ? ഇങ്ങനെ നന്നായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ വിശ്വസിക്കാം. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ കാര്യം മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുള്ളൂ. ഒരു ലെമൺ ആവശ്യമാണ്. ലെമൺ കട്ട് ചെയ്തിട്ട് അത് പിഴിഞ്ഞെടുക്കുക നന്നായിട്ടും. അതിന് ശേഷം അതിൻ്റെ ആ സീഡൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നത് പ്രില്ലോ അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ലിക്വിഡ് ആണെങ്കിൽ പോലും നല്ലതാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇതാണ് ഞാൻ പാത്രം കഴുകാൻ യൂസ് ചെയ്യണത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുക്കിംഗ് സോഡയാണ്. അതും കൂടി ഇട്ടിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് 3 നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കണം. അതുകൊണ്ട് ഞാൻ അതിന് ഇത്ര അളവെന്ന് പറയാൻ പറ്റില്ല. അത് 3 കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് നമ്മൾ അത് ക്ലീൻ ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് തേച്ച് കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒരു ബ്രഷോ അങ്ങനെ വെച്ചൊന്നുമല്ല, കൈകൊണ്ടുമല്ല. നമ്മൾ പിഴിഞ്ഞെടുത്ത ആ ലെമൺ ഉണ്ടല്ലോ, ആ ലെമൺ തന്നെ വെച്ചിട്ട്, ആ നാരങ്ങ തന്നെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ എല്ലായിടത്തും തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഇതങ്ങനെ വിടണം. അതിന് ശേഷം നമ്മൾ പാത്രം തേക്കുന്നില്ലേ, ആ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റീലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതില്ലേ, ആ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യേണ്ടത്. അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നന്നായി ക്ലീൻ ആവും. നമ്മളിപ്പോൾ കുറേ അഴുക്കുണ്ട്, അത് ഭയങ്കര ഹാർഡായിട്ട് പിടിച്ചേക്കുവാണ്, ഭയങ്കര കട്ടിയായിട്ട് പിടിച്ചേക്കുവാന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഒരു അരമണിക്കൂർ വിടാം കേട്ടോ. അരമണിക്കൂർ വിട്ടതിന് ശേഷം നമ്മൾ ആ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല ക്ലീൻ ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് പോകും. അതിന് ശേഷം നമ്മളൊരു തുണി നനച്ചിട്ട് നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അത് നന്നായിട്ട് അങ്ങ് തുടച്ചെടുത്താൽ നല്ല നീറ്റാവും നമ്മുടെ കിച്ചണിലെ ഉപകരണങ്ങളൊക്കെ. അപ്പോൾ കണ്ടോ, ഇൻഡക്ഷൻ എത്ര അഴുക്കായിരുന്നു. പക്ഷെ നോക്കൂ, അതിലേക്ക് ലെമൺ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ലിക്വിഡ് എല്ലാം കൂടെ കൂടിയിട്ട് അത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് അത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് സ്ക്രബ് ചെയ്തത് ഒരു 20 മിനിറ്റ്സേ വെച്ചോളൂ കേട്ടോ.
20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടോ.